നീ പറഞ്ഞതെല്ലാം മനസ്സിലായി. നീ ഇവിടെയില്ല. പരന്ന രാത്രിയുടെ അന്ധകാരത്തിൽ എന്റെ കൈ നിന്റെ കൈ തൊട്ടതുപോലെ ഒരു ചൂട് അവശേഷിക്കുന്നു. ഞാൻ അവളെ കണ്ടത് കാറ്റിലാണ്. അവൾ മരത്തിൽ നിന്ന് പൂക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ. അവളുടെ കൈ നീളിച്ചപ്പോൾ രാത്രിയുടെ പണിയോടെ തൊട്ടു. എന്റെ കൈ മിന്നി. ആ നിഷ്കാരമായ തൊട്ടിൽ എന്റെ രക്തം ചൂടായി. ആ ചെറിയ പൂക്കൾ അവൾ വീണ്ടും തരുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവൾ തന്നെ വന്ന് എന്റെ മുഖത്ത് വെച്ചു. എന്താണ് സ്വപ്നം? അവൾ ചോദിച്ചു. ഞാൻ ഉത്തരം പറയാതെ അവളുടെ കഴുത്തിലേക്കൊരു നീളമായി നീരുരണ്ടി പൂച്ചെയ്തു. അവൾ നടുങ്ങി, പക്ഷെ അകന്നില്ല. പിന്നെ വെള്ളിയങ്കിൽ മങ്ങിക്കിടന്ന വെളിച്ചത്തിൽ അവൾ പട്ടുപോയ ഇടിനില്ലാതെ പോയി. എന്റെ ചെവിയിലൊരു ശ്വാസം, ഒരു മൃദുവായ ചിരി, ഓരോ പദവും ഒരു നീർത്തുള്ളി പോലെ. നീ പറഞ്ഞതെല്ലാം മനസ്സിലായി. ഞാൻ പറഞ്ഞിരുന്നേ, ഞാൻ പഴയ നാളുകൾ മറക്കാത്തത്, പഴയ മുഖാമുഖി സ്മൃതികൾ. എന്നാൽ നീയത് വേണ്ട. നീ എന്നെ മറക്കാതെ ഇരിക്കുമെന്ന് മാത്രം. പൂക്കൾ പൊടിയാൻ പിടിച്ചു. അവൾ മിണ്ടാതെ ചുറ്റി. അവളുടെ നെറ്റിയിലൊരു നിശ്വാസം ഞാൻ പകർന്നു. കാറ്റുപോയി, രാത്രി പോയി. ഫണ്ട ഒന്നും പറഞ്ഞില്ല. എന്നാൽ നാളുകൾ, നീ ഏത് സ്മൃതിയിലും വരുമെന്ന് ഞാൻ അറിയാം. കാരണം നീ നന്മയ്ക്കു പകരം നീ ചൂടായി പരിണമിച്ചു. അതുകൊണ്ടാണ് ഇന്നും ഓരോ രാത്രിയും ഞാൻ നിന്റെ നീരുരുണ്ടി മിന്നിക്കൊണ്ടിരിക്കുന്നു. തലക്കെട്ട്: നിശബ്ദമായ മുറിവുകൾ. പർവ്വതങ്ങൾ ചുറ്റിപ്പറ്റിയ ഒരു ചെറിയ ഗ്രാമം. അവിടെ എല്ലാവരും അറിയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, രാഘവൻ. അവൻ അധികം സംസാരിക്കില്ല. ചിരി വളരെ അപൂർവം. എപ്പോഴും കയ്യിൽ ഒരു പഴയ ബാഗ്. ഗ്രാമത്തിലെ കുട്ടികൾ അവനെ നിശബ്ദനെന്ന് വിളിക്കും. പക്ഷേ ആരും അറിയാത്ത ഒരു കഥ ആ ബാഗിനുള്ളിലുണ്ടായിരുന്നു. രാഘവൻ ഒരിക്കൽ സ്കൂൾ അധ്യാപകനായിരുന്നു. പഠിപ്പിക്കുന്ന കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച ഒരാൾ. ഒരു ദിവസം ഒരപകടം. സ്കൂൾ ബസ് മഴയിൽ വഴുതിപ്പോയി. രാഘവൻ അവസാന നിമിഷം വരെ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. പലരെ രക്ഷിച്ചു. പക്ഷേ സ്വന്തം മകൻ അഭിജിത്ത് അവന്റെ കൺമുന്നിൽ അകന്നുപോയി. ആ ദിവസം മുതൽ രാഘവന്റെ ജീവിതം നിശബ്ദമായി. അവൻ ജോലി ഉപേക്ഷിച്ചു. നഗരം വിട്ടു. ഈ ഗ്രാമത്തിൽ വന്നു താമസിച്ചു. എല്ലാ ദിവസവും അവൻ കുന്നിൻ മുകളിലേക്ക് കയറും. അവിടെ നിന്ന് സൂര്യാസ്തമയം നോക്കും. ബാഗിനുള്ളിൽ അഭിജിത്തിന്റെ നോട്ടുബുക്കുകൾ, ചിത്രങ്ങൾ, ഒരു പൊട്ടിയ പേന. ഗ്രാമത്തിലെ ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ഇതൊക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നത്? രാഘവൻ മറുപടി പറഞ്ഞില്ല. ഒരു ദിവസം ഗ്രാമത്തിലെ സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. കുട്ടികൾ കുറവായിരുന്നു. അധ്യാപകനില്ല. അന്ന് ഒരു പെൺകുട്ടി രാഘവന്റെ വീട്ടുവാതിൽക്കലെത്തി. അങ്കിളെ, ഞങ്ങൾക്കാരും പഠിപ്പിക്കാനില്ല. ഒന്ന് സഹായിക്കുമോ? രാഘവന്റെ കൈ വിറച്ചു. ബാഗ് തുറന്നു. അഭിജിത്തിന്റെ പേന കൈയിൽ പിടിച്ചു. അവൻ ആദ്യമായി വർഷങ്ങൾക്കുശേഷം ഒരു ക്ലാസ്സിലേക്ക് കയറി. ആദ്യം വാക്കുകൾ മുറിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ കുട്ടികൾ അവനെ നോക്കി ചിരിച്ചു. ദിവസങ്ങൾ കടന്നു. ഗ്രാമം മാറി. സ്കൂളിൽ ചിരിയും ശബ്ദവും തിരിച്ചുവന്നു. ഒരു ദിവസം ഒരു കുട്ടി ചോദിച്ചു, സാർ, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര നിശബ്ദനാണ്? രാഘവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ചില മുറിവുകൾ കാണാനാവില്ല, പക്ഷേ അവ നമ്മളെ നല്ല മനുഷ്യരാക്കും. അന്നു രാത്രി അവൻ വീട്ടിലെത്തി. ബാഗ് അടച്ചു. അഭിജിത്തിന്റെ ചിത്രത്തിനു മുന്നിൽ പറഞ്ഞു, മോനെ, നീ പോയെങ്കിലും നിന്റെ സ്വപ്നം ഇവിടെ തുടരുന്നു. നിശബ്ദമായ മുറിവുകൾ അവനെ തകർത്തില്ല. അവനെ ഒരു വെളിച്ചമാക്കി. സന്ദേശം: വേദന നമ്മളെ നിശബ്ദരാക്കാം, പക്ഷേ അത് നമ്മളെ വെളിച്ചമാക്കാനും കഴിയും.